മിഡ് സൈസ് SUV വിഭാഗത്തിൽ വർഷങ്ങളായി മുൻപന്തിയിലാണ് ഹ്യുണ്ടായി ക്രെറ്റ. ഒരു വർഷം മുൻപ് രണ്ടാം തലമുറയുടെ വളരെയധികം നവീകരിച്ച പതിപ്പ് നിലവിൽ വരികയും ചെയ്തിരുന്നു. 3 പവർ ട്രെയിൻ ഓപ്ഷനുകളും ആധുനിക സവിശേഷതകളും സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളുന്ന ഒരു ടെക് ലോഡഡ് ക്യാബിനുള്ള വിപുലമായ ശ്രേണിയിൽ 5 സീറ്റർ മികച്ച സ്വീകാര്യത നേടുകയും ചെയ്തു. ഉൽപ്പന്ന നിരയെ വേഗത്തിലുള്ള വഴിത്തിരിവിലൂടെ പുതുക്കുന്നതിൽ പ്രശസ്തമാണ് ഹ്യുണ്ടായി. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു പുതിയ തലമുറയെ സ്വീകരിക്കുന്ന മോഡലുകളിൽ ഒന്നായിരിക്കും ക്രെറ്റ. 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് അവതരിപ്പിച്ചിരുന്നു. 17.99 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയിലാണ് അവതരിപ്പിച്ചത്. ജനുവരിയിൽ ക്രെറ്റ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പന രേഖപ്പെടുത്താൻ ഇത് ബ്രാൻഡിനെ സഹായിച്ചു. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു പുതിയ ആവർത്തനവും അതുപോലെ തന്നെ ക്രെറ്റ ഇലക്ട്രിക്കിനായി മിഡ് ലൈഫ് അപ്ഡേറ്റും വികസിപ്പിക്കുന്നതായാണ് ഇന്റർവെബിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സമീപകാല റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 2027 വിൽപ്പനയ്ക്കെത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന മോഡലിന് SX3 എന്ന പേരും നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ തമിഴ്നാട്ടിലെ ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് മോഡൽ പുറത്തിറക്കുന്നത് തുടരും. പുതുതലമുറ ക്രെറ്റയിൽ അകത്തും പുറത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നിലവിലുള്ള പവർ ട്രെയിനുകളും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളും അതേപടി തന്നെ തുടരും. എന്നിരുന്നാലും ശക്തമായ ഒരു ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിലെ പ്രധാന ആകർഷണം. അൽക്കസാറിനും ട്യൂസണിനും ഇടയിൽ ഒരു പ്രീമിയം SUVയും കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ പദ്ധതിയിൽ ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തലേഗാവിലെ ബ്രാൻഡിന്റെ പുതിയ പ്ലാന്റിൽ നിന്ന് ഇത് പുറത്തിറക്കാനും സാധ്യതയുണ്ട്. അവിടെ രണ്ടാം തലമുറ വെന്യൂ ഈ ഉത്സവ സീസണിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ മോഡലായി മാറും. മുകളിൽ പറഞ്ഞ ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിനും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ശക്തമായ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുന്നതിന് ഹ്യുണ്ടായിക്ക് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, ഒരു ഇലക്ട്രിക് മോട്ടോർ, ഒരു വലിയ ബാറ്ററിയും ഉപയോഗിക്കാം. ഡിസൈൻ മാറ്റങ്ങൾക്ക് പുറമെ ക്രെറ്റ ഇലക്ട്രിക് ഫേസ് ലിഫ്റ്റിന് കൂടുതൽ ഡ്രൈവിംഗ് ശ്രേണി വാഗ്ദാനം ചെയ്യുന്നതിനായി കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിച്ചേക്കാം.